ഹലോ, ഇത് ഞാനാ ശരത്ത്. ഇതേത് നമ്പര്? പണ്ടേ കയ്യിലുള്ളതാ. എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഒരിക്കല് എന്റെ ഫോണ് പോലീസുകാർ വാങ്ങി വെക്കുന്നു. സകല കോണ്ടാക്ട് നമ്പറുകളും അതുകൊണ്ട് ഞാൻ വേറൊരു സിമ്മിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഗുണമായി. അപ്പോ പഴയ സിമ്മോ? സിമ്മും ഫോണും ഇപ്പം അയാളുടെ കയ്യിലുണ്ട്, ആ ഓഫീസർ കയ്യിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഇറങ്ങിയപ്പോ ഫോൺ മേടിച്ച് അവിടെ വെച്ചു. അത് ശരി, ശരത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു അല്ലേ? അയാൾ എന്നെ വിളിച്ചിരുന്നല്ലോ. എന്തിന്? കാണണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആള്? കടുപ്പാണോ? ആണെന്ന് പറയാം, അല്ലെന്നും പറയാം. ചിലപ്പോ തോന്നുവേ ഒരു മണ്ടനാണ്, ചിലപ്പോ തോന്നും നല്ല ബുദ്ധിയുണ്ടെന്ന്. സൂക്ഷിക്കണം. ഞാൻ കരുതി എന്നെ വിടില്ലെന്ന്, ഭാഗ്യത്തിന് വിട്ടു. അല്ല, അതിപ്പോ ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് വേണ്ടത് ഒരു പ്രതിയെ മാത്രമാണ്. അതിന് കുറ്റം ചെയ്തായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ശ്രദ്ധിക്കുക, അല്ലെങ്കിലേ അപകടത്തിൽപ്പെടും. പറ്റില്ലെന്ന് ചേച്ചി പറയരുത്. ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാ. എങ്ങോട്ട്? വീട് വരെ ഒന്ന് പോണം, ഒരത്യാവശ്യം. പോയിക്കോളൂ, പക്ഷെ നാളെ തന്നെ തിരിച്ചു വരണം. അത് വരും. എന്നെ പറ്റിക്കരുത്. ഞാനങ്ങനെ ചെയ്യൂ ചേച്ചി? വേറൊന്നും കൊണ്ടല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ഉള്ളവർ ചോദിക്കുമല്ലോ. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാലോ പോണ്ടാന്ന്. എന്നാലും ഞാൻ വരും. എന്താ കാരണമെന്നറിയോ? എനിക്ക് ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സ്വന്തം ചേച്ചി, അതാ ഇപ്പൊ എനിക്ക് ചേച്ചി. എന്റെ ഭാഗ്യം. തൽക്കാലം ഞാൻ പോകുന്നത് വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് ശരത്തിനോട്. അവനോടൊക്കെ ആരും മിണ്ടും. അമ്മയും മുത്തശ്ശി അവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴേ അവനെ ഞാനിവിടെ നിറക്കി വിട്ടേനെ. ചേച്ചി സൂക്ഷിക്കണം. മഹാ അപകടകാരിയാ ശരത്ത്. അതെന്താ അങ്ങനെ പറഞ്ഞ്? അങ്ങനെ തോന്നിയോ? തോന്നി. നിത്യ മരിച്ചതില് അയാൾക്ക് ഒരു ദുഃഖവുമില്ല. കൊന്നത് അയാളായിരിക്കുമെന്ന് ചേച്ചി പറയുമ്പോഴും ആദ്യം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോ, അയാളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ, ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ. അതാ ചേച്ചി അയാള്. ഇതൊക്കെ ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. കൊല്ലേണ്ടതായിരുന്നു അവനെ. ചെയ്യാത്തത് പേടിയുള്ളതുകൊണ്ടൊന്നും അല്ല. കൊന്നാൽ അമ്മയും മുത്തശ്ശി അവൻ നല്ലവനായിരുന്നു എന്ന് കരുതും. ആ തോന്നല് അവരുടെ ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. ശരത്തിനെ കുറിച്ച് അവർ ധരിച്ചു വച്ചിരുന്ന മുഴുവൻ തെറ്റായിരുന്നു എന്ന് അവരറിയണം പ്രിയെ. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷെ ഇനി വല്ല സാഹസവും കാണിക്കാൻ ഒരുങ്ങിയ പിന്നെ ഞാനൊന്നും നോക്കില്ല. അവസാനിപ്പിച്ചു കളഞ്ഞ. മോള് റെഡിയായിട്ട് വാ, ഞാൻ ടൗൺ വരെ കൊണ്ടുവിടും. ശരി ചേച്ചി.